Hi everyone, welcome to part 3 of Assessment of Cooperative Societies. ഇവിടെ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് illustration number 6. The following are the particulars of income of cooperative society for the year 2022-23. Compute its total income and tax payable for the assessment year 23-24 if it's a rural cooperative society and if it's an urban consumers cooperative society. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് ടോട്ടൽ ഇൻകം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ് എന്നുള്ള രീതിയിലും, രണ്ടാമതായിട്ട് അർബൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എങ്കിൽ എത്രയാണെന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി തിയറി ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടായിരുന്നു. ഓർമ്മയില്ലേ? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഒരു കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 1 lakh വരെ കുറയ്ക്കാൻ പറ്റും. അത് റൂറൽ ആയിക്കോട്ടെ അർബൻ ആയിക്കോട്ടെ ഏതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. അപ്പം ഒരു 1 lakh വരെ കുറയ്ക്കാം ഇഫ് ഇറ്റ്സ് എ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ ഇവിടെ അർബൻ കൺസ്യൂമേഴ്സ് സൊസൈറ്റി ആണ് എന്ന് കരുതാം. അർബൻ കൺസ്യൂമേഴ്സ് സൊസൈറ്റി ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ പോയിന്റ് അതൊക്കെയാണ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും അത് കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓർമ്മയില്ലേ? നാല് കാറ്റഗറി ഓഫ് ആൾക്കാരുടെ കേസിൽ ഈ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000-ൽ കുറവാണ് എന്ന് കരുതുക. 4 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പാർട്ട് ഫ്രം ദിസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. ആ 4 കാറ്റഗറി എന്ന് പറയുന്നത് വലിയ സൊസൈറ്റി അതൊക്കെയാണ്. ഒന്ന് ഹൗസിംഗ് സൊസൈറ്റി, അർബൻ കൺസ്യൂമർ സൊസൈറ്റി, സൊസൈറ്റി ക്യാരിങ് ഓൺ ട്രാൻസ്പോർട്ട് ബിസിനസ് ആൻഡ് സൊസൈറ്റി ക്യാരിങ് ഓൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഈ 4 വ്യക്തികളുടെ കേസിലും ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും അത് കുറയ്ക്കാൻ പറ്റത്തില്ല. അല്ലാത്ത സൊസൈറ്റികളുടെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ പ്രൊവിഷൻ അർബൻ കൺസ്യൂമർ സൊസൈറ്റിക്ക് ആപ്ലിക്കബിൾ അല്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇവിടെ ഈ അർബൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നോക്കേണ്ട കാര്യം എന്നാണെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു വിധത്തിലെ എക്സംഷനും ഇല്ല. ആ കൂടെ ഈ പറയുന്ന 50,000 അതർ ബിസിനസ്സിന് 50,000 പകരമായിട്ട് 1 lakh കിട്ടും എന്ന് മാത്രമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ആംഗിളിലുള്ള ബെനിഫിറ്റ് കിട്ടത്തൊന്നുമില്ല. അതേസമയത്ത് ഒരു റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതാം. അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 20,000 അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ആസ് വെൽ ആസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇത് രണ്ടും കുറയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫർദർ ആയിട്ട് റീഡ് ചെയ്യാം. റെന്റ് റിസീവ്ഡ്, പോയിന്റ് ഓർത്തോണ്, റെന്റ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ട് ചെയ്തെടുക്കണം. റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 60,000, മുനിസിപ്പൽ ടാക്സ് 2,400, റെന്റ് കളക്ഷൻ ചാർജസ് 4,000. നമുക്കറിയാം ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് റെന്റ് കളക്ഷൻ ചാർജസ് എവിടെയെങ്കിലും കുറയ്ക്കാൻ പറ്റത്തില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സ്ട്രെയിറ്റ് 30% അണ്ടർ സെക്ഷൻ 24 കുറയ്ക്കുന്നത്. സോ ഇവിടെ ഇത്രയും ഡീറ്റെയിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 60,000 അകത്ത് മുനിസിപ്പൽ ടാക്സ് 2,400 കുറയ്ക്കുന്നു. അന്നേരത്തേക്കും ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നു. കണ്ടോ, ഈ പറയുന്ന 2,400 കുറയ്ക്കുന്നു. അതിനുശേഷം 30% ഗ്രോസ് ആനുവൽ വാല്യൂ അല്ല, ആനുവൽ വാല്യൂ കിട്ടുന്നു. GAV ആണ് ഈ 60,000. സോ GAVക്ക് അത് മുനിസിപ്പൽ ടാക്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നു. ആനുവൽ വാല്യൂവിന്റെ 30% 17,280 കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നു 40,320. പിന്നെ അടുത്ത പോയിന്റ്, ഗ്രോസ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 40,000. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 40,000 വന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്ലോട്ട്
25,000. സോ ഇത് 25,000 ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് തന്നേക്കുന്നതാണ്. ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സ്പെഷ്യൽ റേറ്റ് എത്രയിലാണ്? അറ്റ് ദ റേറ്റ് 20% ടാക്സ് ചെയ്യണം എന്നോർത്തേക്കുക. ഇത് കമ്പ്യൂട്ട് ചെയ്ത് തന്നേക്കുന്നത് കാരണത്താൽ ഇനി വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നേരെ ഇന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഹെഡിലേക്ക് ഇടുന്ന കാര്യമുള്ളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 8,000 റുപ്പീസ്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പം ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് രണ്ടും ഉണ്ട്, ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. Then interest on fixed deposit with cooperative bank. So interest from other cooperative bank 32,000. അപ്പോൾ ഈ 32,000 നമുക്കറിയാം ഇതിനെ ATPക്കകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഇൻകം ഫ്രം ലേബർ സപ്ലൈ 12,000. അപ്പോൾ ഈ പറയുന്ന 12,000 ഇതിനെയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അഗ്രികൾച്ചർ ഇൻകം 20,000. Now ഈ അഗ്രികൾച്ചർ ഇൻകം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നാ ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഇൻകം 20,000 ശ്രദ്ധിച്ചോണേ. നമുക്ക് ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞ സെമസ്റ്ററിൻ്റെ അകത്ത് തന്നെ സെക്ഷൻ 10ൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. സെക്ഷൻ 10(1)ൻ്റെ അകത്ത് അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണെന്ന് കണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ അഗ്രികൾച്ചർ ഇൻകത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യുന്നു. അഗ്രിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ ടാക്സ് ചെയ്യുന്നില്ല. ഈ അഗ്രികൾച്ചർ ഇൻകം 20,000 ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10(1). അപ്പം ഈ അഗ്രികൾച്ചർ ഇൻകം എവിടെയെങ്കിലും എടുക്കേണ്ട കാര്യമുണ്ടോ? എവിടെ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്തതായിട്ട് ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 10,000 ബൈ ചെക്ക്. അപ്പം ഈ പറയുന്ന 10,000 രൂപ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തതിന് ഇതിനെ ATGക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, സോ ആദ്യമായിട്ട് ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 40,320 എന്ന് കിട്ടുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്തായിട്ടുള്ളത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസിൻ്റെ അകത്ത് ഇവിടെ ഓരോ ഐറ്റേ വരുന്നുള്ളൂ. ലേബർ സപ്ലൈ 12,000. ഈ 12,000 നമുക്കറിയാം ഇതിനെ ATPക്കകത്തും കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. സപ്പോസ് ഇവിടെ ഇൻകം ഫ്രം ബിസിനസിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണേ, ഇൻകം ഫ്രം ബിസിനസിൻ്റെ അകത്ത് ഈ പറഞ്ഞ ATPക്കകത്തുള്ള ലേബർ സപ്ലൈ അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കരുതുക, ജനറൽ ബിസിനസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 lakh വരേക്കും, 1 lakh or 50,000 വരേക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 50,000 or 1 lakh അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ആണുള്ളത്. ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 25,000 ആണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 8,000 ആണ്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്, അടുത്ത ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മുടെ ലാസ്റ്റ് ഹെഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതർ കോഓപ്പറേറ്റീവ് ബാങ്ക് കിട്ടും. നമുക്കറിയാം മറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഈ പറയുന്ന 32,000 ഉണ്ടല്ലോ, ഇതിനെയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം അത്രയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഹെഡുകളെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം 1,57,320 കിട്ടുന്നു. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്ത് പിന്നെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ആണ്. ATC മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻ. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യമായിട്ടുള്ളത് ATG ആണ്. ATGക്കകത്ത് ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 10,000 കൊടുത്തിട്ടുണ്ട്, അതിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ATPയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലേബർ സപ്ലൈയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് കോഓപ്പറേറ്റീവ് ബാങ്ക് 32,000. ഈ രണ്ടെണ്ണം കുറയ്ക്കുന്നു. 12,000 കുറയ്ക്കുന്നു, 32,000 കുറയ്ക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ATGക്കകത്ത് മൊത്തം 54,000 കുറയ്ക്കാൻ പറ്റുന്ന. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം 1,03,320 കിട്ടുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറക്കരുത്, ഇവിടെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 25,000. അതിൻ്റെ മുകളിൽ 20% ആണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം 1,03,320 ഈ 25,000 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 78,320 ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10%, 20%, 30%. അങ്ങനെ ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ടാക്സിൻ്റെ മുകളിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, അങ്ങനെ ടാക്സ് പേബിൾ, ഫൈനൽ ടാക്സ് പേബിൾ 25,516 എന്ന് കിട്ടുന്നു. ഈ 25,516 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു നിയറസ്റ്റ് 10ലേക്ക്. അപ്പോൾ 26,520 ആണ് നമ്മുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോട്ട്സിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോ. ഫസ്റ്റ് വൺ, in case of cooperative society, agriculture income is not included
to determine the amount of tax on total income. Okay, എന്നിട്ട് അതിന് അപ്പുറത്തായിട്ട് എഴുതുക it is exempted under section 10(1). പിന്നെ രണ്ടാമതായിട്ടുള്ള പോയിന്റ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ അടുത്ത് പറഞ്ഞത്. ആദ്യമായിട്ട് ഇതിനൊരു റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ, പിന്നെ രണ്ടാമതായിട്ട് ഇതിന് അർബൻ കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം ശ്രദ്ധിച്ചാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം അത് ഈ പറഞ്ഞ 20,000 കുറവാണെങ്കിൽ മാത്രമല്ലേ ഈ രണ്ടെണ്ണം തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കൂടുതലായത് കാരണത്താൽ, irrespective of whether it is a rural cooperative society or urban cooperative society, it doesn't make any change with respect to calculation of tax. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അർബൻ കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അസ്യൂം ചെയ്യാൻ പറയുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഇൻകം ഫ്രം ബിസിനസിൻ്റെ അകത്ത് ആ കൂടെ ലേബർ സപ്ലൈ മാത്രമല്ലേ ഒരു ബിസിനസ് ആയിട്ടുള്ളൂ. അപ്പാർട്ട് ഫ്രം ദിസ് ലേബർ സപ്ലൈക്ക് പുറമെ മറ്റേതെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലല്ലേ ഈ പറയുന്ന 50,000 ഓർ 1 lakh എടുത്ത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റ് ബിസിനസ് ഇൻകം ഒന്നും ഇല്ലാതിരിക്കുന്നത് കാരണത്താൽ തന്നെ ഇവിടെ ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. അപ്പം ഈ പോയിന്റ് അവിടെ എഴുതി വെക്കുന്നു. The gross total income of the society exceeds 20,000. Hence, whether the society is a rural cooperative society or urban consumers cooperative society, total income will remain the same. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 20,000 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയാവുന്ന എന്നാന്ന് വെച്ചാൽ 50,000 ഓർ 1 lakh എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ബിസിനസ് ഇൻകത്തിന്റെ അകത്ത് ഇവിടെ ആ കൂടെ ലേബർ സപ്ലൈയുടെ ഇൻകം മാത്രമല്ലേ ഉള്ളൂ. ഈ ലേബർ സപ്ലൈയുടെ ഇൻകം അല്ലാതെ ഈ ലേബർ സപ്ലൈ മാത്രമേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദിസ് ലേബർ സപ്ലൈ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കരുതുക, ദെൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നതിന്. ഇല്ലാതിരിക്കുന്ന കാരണം ആ സിനാരിയോയിലും ടോട്ടൽ income will remain the same under both the alternatives. So this is this particular question. This is illustration number 6. Hope that is clear അല്ലേ? Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 7 ആണ്. The following are the incomes of Ahas Cooperative Society for the previous year ended 31st March 2023. ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് ഗ്രോസ് 6,000. സോ അത് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അകത്ത് എടുക്കുക. ദെൻ ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 15,000. നമുക്കറിയാം ഈ 15,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. സോ ദിസ് 15,000 ഇത് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് എന്ന് പറയുന്നത് PGBPക്കകത്താണ് എടുക്കേണ്ടത്. പിന്നെ അടുത്തത് ഇൻകം ഫ്രം പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ആൻഡ് സീഡ്സ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതും ഈ പറയുന്ന PGBPക്കകത്താണ് എടുക്കേണ്ടത്. ആൻഡ് ഈ എമൗണ്ട് 25,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ദെൻ ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ മൂന്നാമതായിട്ടുള്ള ഈ പറഞ്ഞ ഈ 25,000 ഇതും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും, നമുക്കറിയാം. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ഫ്രം അതർ ബിസിനസിന്റെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും 60,000 ആണ് ഇവിടുത്തെ പ്രോഫിറ്റ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ATPക്കകത്ത് നമുക്ക് 50,000 വരെ കുറയ്ക്കാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ഗ്രോസ് ഫ്രം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് 10,000 രൂപ ഇൻട്രസ്റ്റും ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇൻകം ഫ്രം കോട്ടേജ് ഇൻഡസ്ട്രി ഇതിനകത്ത് 20,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. യെസ്, നമുക്കറിയാം ഇതിനെയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000. ഇവിടെ വാക്ക് ശ്രദ്ധിക്കുക എന്നതാ, റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 12,000നെ എടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, then compute total income and gross tax liability of the society for the assessment year 23-24. ആദ്യമായിട്ട് ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൻ്റെ അകത്ത് നമ്മുടെ റെന്റൽ ഇൻകം
റെന്റൽ ഇൻകം 12,000 എടുക്കുന്നു, അതിൻ്റെ 30% ഓഫ് ആനുവൽ വാല്യൂ കുറയ്ക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നെറ്റ് ആനുവൽ വാല്യൂ 8,400. സോ ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടുന്നു. അടുത്തത് ഇൻകം ഫ്രം ബിസിനസ്, രണ്ടാമത്തെ ഹെഡ്. അതിൻ്റെ അകത്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് 15,000, purchase and sale of agriculture implements and seeds to members 25,000, marketing of agriculture produce to its members 25,000, then profit from other businesses 60,000, cottage industry 20,000. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 1,45,000 ആണ് വരുന്നത്. അതിനുശേഷം ഇൻകം ഫ്രം അതർ സോഴ്സ്, അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഫ്രം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ 10,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. കോട്ടേജ് ഇൻഡസ്ട്രി 20,000 കുറയ്ക്കാൻ പറ്റും. പ്രോഫിറ്റ് ഫ്രം അതർ ബിസിനസ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് 50,000 കുറയ്ക്കാൻ പറ്റും. മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് മെമ്പേഴ്സ് 25,000, ഇതിന് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, ഇത് 25,000 ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ദെൻ ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 15,000, ഇതിനെ ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് 1,69,400 കിട്ടുന്നു. ഈ 1,69,400 ഇത്രയും ATPയുടെ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം 24,400 ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ അതർ ബിസിനസ് എന്തുകൊണ്ടാണ് 50,000 വന്നേക്കുന്നത് എന്നുള്ള മനസ്സിലായല്ലോ. കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നുവെങ്കിൽ അതൊരു 1 lakh വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. ഈ സാഹചര്യത്തിൻ്റെ അകത്ത് 50,000 പോസിബിൾ ആയിട്ടുള്ളൂ. ദെൻ ഈ 24,400 മുതൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ 10,000 10%, ബാക്കിയുള്ള 10,000 20%, എബവ് 20,000 30%, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്രോസ് ടാക്സ് ലയബിലിറ്റി 4,493 എന്നുള്ള ടാക്സ് റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 4,490 ആയിരിക്കും വരാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഇലിസ്ട്രേഷൻ നമ്പർ 7. ക്ലിയർ അല്ലേ? അടുത്തത് ഇലിസ്ട്രേഷൻ നമ്പർ 8. ARG കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദാവങ്കര. സോ ദാവങ്കരയിലുള്ള ഒരു കോളേജിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹാഡ് ദി ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിംഗ് ദി ഇയർ 31/3/2023. ഇൻകം ഫ്രം കോളേജ് ക്യാൻഡി 20,000. അപ്പോൾ ഈ 20,000 PGBP ഇൻകം ആണ്. ഇൻകം ഫ്രം മെർച്ചൻഡൈസ് ബിസിനസ് 55,000. ഇതും ഈ പറഞ്ഞ PGBP ഇൻകം ആണ്. ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ഗിവൺ ടു മെമ്പേഴ്സ് 9,000 റുപ്പീസ്. ഈ 9,000 അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ATP കുറയ്ക്കാൻ പറ്റും. ദെൻ ഇവിടെ ഈ പറഞ്ഞ 20,000 55,000 ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മാക്സിമം നമുക്ക് 50,000 ഇല്ലേ, അതും കുറയ്ക്കാൻ പറ്റും. ദെൻ അടുത്ത എന്താണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 25,000 വന്നിട്ടുണ്ട്. അപ്പം ഈ 25,000 ഈ ഇൻട്രസ്റ്റ് ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഗ്രോസ് 10,000 റുപ്പീസ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇതിനെ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അകത്ത് എടുക്കണം. ഈ ഡിബെഞ്ചർ ഇൻട്രസ്റ്റും ഇതൊന്നും ഈ പറഞ്ഞ മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അല്ലാത്തതായത് കാരണം ATP കുറയ്ക്കാൻ പറ്റത്തില്ല. ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000 റുപ്പീസ്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഈ 12,000 എടുക്കുക. അത് ടാക്സബിൾ ഇൻകം ആണ് തന്നേക്കുന്നത്. അത് കാരണം ഇനി കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി കമ്പ്യൂട്ടഡ്. ദെൻ ഡിവിഡൻഡ് ഗ്രോസ് ഓൺ ഷെയർസ് ഹെൽഡ് ഇൻ അനദർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5,000 റുപ്പീസ്. അപ്പം ഈ 5,000 റുപ്പീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ATP നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് മറ്റും മെമ്പേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ATP ക്ലെയിം ചെയ്യാൻ പറ്റും. അതർ ബിസിനസ് അഗെയിൻസ്റ്റ് ആയിട്ട് 50,000 ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഡിവിഡൻഡ് ഫ്രം അനദർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5,000, ഇതിനും ATP കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ഹെഡ്സിൻ്റെ അകത്തായിട്ട് ആദ്യമേ കാര്യങ്ങൾ എഴുതുന്നു. ആദ്യമേ ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്താണ് തന്നേക്കുന്നത്. സ്ട്രെയിറ്റ് 12,000 റുപ്പീസ് എഴുതുന്നു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ്, അതിൻ്റെ അത് കോളേജ് ക്യാൻറ്റീൻ മെർച്ചൻഡൈസ് ബിസിനസ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അതിൻ്റെ എമൗണ്ടുകൾ എഴുതുന്നു. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് കിട്ടുന്നു. അതിനുശേഷം ഇൻകം ഫ്രം അതർ സോഴ്സ്, അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഓരോ എമൗണ്ടിനെയും എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ടോട്ടൽ കിട്ടുന്നു. ദെൻ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത് 1,36,000. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് പറയുന്നു.
അതിൻ്റെ അകത്ത് മറ്റു ഡിഡക്ഷനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ATP മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ATPക്കകത്ത് ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 9,000 കുറയ്ക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5,000 കുറയ്ക്കുക. ദെൻ മൂന്നാമതായിട്ട് ഇൻകം ഫ്രം അതർ ബിസിനസ് മാക്സിമം 50,000 വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. ആ 50,000 നമുക്കിവിടെ ക്ലെയിം ചെയ്യാം. സോ ടോട്ടൽ 64,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ ഇൻകം 72,000 ആണ് കിട്ടുന്നത്. ഇവിടെ മറക്കരുത് നോട്ട് കൊടുത്തേക്ക്. എന്താ നോട്ട്? ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 20,000. ഹെൻസ് ഇൻകം ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് interest on securities are not deductible. അത്രയും എഴുതുന്നു. So with this ഈ പറയുന്ന illustration number 8 also comes to an end. Clear അല്ലേ?